സൂപ്പർമാൻ, ജെയിംസ് ഗൺസ് വെർഷൻ ഓഫ് സൂപ്പർമാൻ ഐമാക്സ് 2Dയും 3Dയിലും കണ്ടിട്ട് എനിക്കെന്ത് തോന്നി എന്നുള്ളതാണ് ഈ വീഡിയോ. ഞാൻ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലാണ് ഈ സിനിമയും F1 ഞാൻ വീണ്ടും കാണാൻ പോയത്. F1 മൂന്നാമത്തെ തവണ കണ്ടു, 2 തവണ ഐമാക്സിൽ. ഇതുകൂടാതെ സൂപ്പർമാൻ 2Dയിലും 3Dയിലും ഐമാക്സിൽ തന്നെ കണ്ടു, ഐമാക്സ് വിത്ത് ലേസറിൽ. ബ്രോഡ്വേ സിനിമാസിനെ പറ്റിയുള്ള വീഡിയോ സെപ്പറേറ്റ് വരും. ഇത് സ്പൈഡർമാൻ എന്നുള്ള സിനിമ 2D 3D വ്യത്യാസം എനിക്ക് എന്ത് തോന്നി, എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്, അത് മാത്രമാണ്. ബ്രോഡ്വേ സിനിമാസ് ഐമാക്സ് വിത്ത് ലേസറിനെ കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അത് F1 കണ്ട എക്സ്പീരിയൻസും കൂടി ചേർത്ത് ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് ഇടാം. അതൊരു സെപ്പറേറ്റ് വീഡിയോ എനിക്ക് അവരെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദേ ഡിസർവ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ രാവിലെ 3D വേർഷൻ കാണുകയും വൈകുന്നേരം 2D വേർഷൻ കാണുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും 2 വേർഷനും കണ്ടു. യുണാനിമസ് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം 2D വേർഷൻ എൻ്റെ മോനെ കിളി പറത്തി കളഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 3D വെർഷനിൽ ഐമാക്സിൽ വന്നിരിക്കുന്ന DCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K അപ്സ്കെയിൽഡ് ടു 4K 3D ആണ്. അപ്സ്കെയിൽഡ് ടു 4K 3D. അതും ആ ഒരു ഔട്ട്പുട്ടിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നത് ഐമാക്സ് വിത്ത് ലേസർ വെന്യൂസും ഐമാക്സ് വിത്ത് കോള വെന്യൂസും ഒക്കെ മാത്രമാണ്. ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുറം രാജ്യത്ത് ഡ്യുവൽ ലേസർ വെന്യൂസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേറെ DCP ആണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം പുറം രാജ്യത്ത് കുറച്ചുകൂടി നല്ല 4K 3D DCPയും പരിപാടികളൊക്കെ കിട്ടാറുണ്ട്. ട്രൂ 4K 3D DCP ഒക്കെ ഇന്ത്യയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അയച്ചു തരുന്നത് കൂടുതലും 2K to 4K അപ്സ്കെയിൽഡ് ആയിട്ടുള്ള 3D DCPകളാണ്. ഒരേ കാലത്ത് വന്നിരുന്നത് 2K 3D DCP ആയിരുന്നു. ഇപ്പോൾ 2K to അപ്സ്കെയിൽഡ് 4K അല്ലെങ്കിൽ 2K to 4K കണ്ടെയ്നർ DCP എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ DCP ആണ് എന്തായാലും നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്നത്. അത് തന്നെ കിഡുമായിരുന്നു. രാവിലെ 3D കണ്ടപ്പോൾ കിഡിലായിരുന്നു. അടിപൊളി 3D നല്ല ഡെപ്ത് ഐമാക്സിൽ കണ്ടുകൊണ്ട് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് ആയിട്ടുള്ളൊരു സിനിമ. ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്ത ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമ. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ കളി മാറിയത് വൈകുന്നേരം 2D ഷോ കാണാൻ ചെന്നപ്പോഴാണ്. അത് ട്രൂ 4K DCP ആയിരുന്നു. അതും ഐമാക്സിൻ്റെ ഒപ്റ്റിമൈസ്ഡ് DCP. ഹൈ ഫ്രെയിം റേറ്റ്, വെറുതെ വിഷയം സാധനം. ഹാൻഡ്സ് ഡൗൺ ടു വാർണർ ബ്രദേഴ്സ് ഫോർ സച്ച് എൻ അമേസിങ് DCP. അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് തരുന്നതിന്. ടോപ്പ് ഐമാക്സ് DCPs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാർണർ ബ്രദേഴ്സിൻ്റെയാണ് ഭൂരിഭാഗം. ഇൻ്റർസ്റ്റെല്ലാർ ആയാലും ശരി, നോളൻ്റെ ഏത് പടങ്ങളായാലും ശരി, ഏത് സിനിമ എടുത്ത് നോക്കിക്കോ. ഈവൻ PXL കണ്ണ് കളിച്ച ഒരു പടമായിരുന്നു ഡിസ്പെക്കബിൾ മീ 4ൻ്റെ DCP. 4K കിണ്ണ കാച്ചി സാധനം. അതുപോലും വാർണർ ബ്രദേഴ്സിനെയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും വാർണർ ബ്രദേഴ്സിനെയാണ് കിഡിലൻ DCP വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇവിടെ പതിയെ നല്ല DCPs ഇനി തൊട്ട് വന്ന് തുടങ്ങും എന്നുള്ളതാണ്. അതിന് വലിയൊരു എക്സാമ്പിളാണ് ഇക്കൊല്ലം ഈ മാസം തന്നെ 2 പടങ്ങളുള്ളത്. ഒന്ന് F1 കിണ്ണം കാച്ചി DCP കിടിലെന്ന് പറഞ്ഞാൽ 4K കണ്ണെളിപ്പോവും. 2D പടമാണ്, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ. അത് ഞാൻ 2 തവണ കണ്ടിട്ട് ഞാൻ പറയാണ്, ഐമാക്സ് 2 തവണ കണ്ടിട്ട് ഞാൻ പറയാണ്. ആദ്യം കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൽ കണ്ട്, പിന്നെ ബ്രോഡ്വേ ഐമാക്സ് വിത്ത് ലേസറിൽ കണ്ട്. എൻ്റെ മോനെ എന്തൊരു ക്ലാരിറ്റിയാണ് ആ പ്രിൻ്റ്. ആ ഒരു റേസ് ട്രാക്കിലെ ഒരു ചെറിയ മണൽത്തരി വരെ ഐമാക്സിൽ കാണാം. ആ ഒരു ടാറിൻ്റെ ആ ഒരു കഷ്ണമില്ലേ അതുവരെ. അതൊരു കിഡിലൻ DCP. ബ്ലാക്ക് നല്ല റിച്ച് ബ്ലാക്കായിട്ട് വൈറ്റ്, നല്ല കിഡിലൻ വൈറ്റും ബ്ലാക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന നല്ല കിഡിലൻ DCP. ഓൾ താങ്ക്സ് ടു ആപ്പിൾ. അത് പറഞ്ഞു പറ്റില്ല, ആപ്പിളിൻ്റെ ഒരു പ്രത്യേക ഗുണം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ആപ്പിളാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഞാൻ ആലോചിച്ചത്, ഇന്ത്യയിൽ ഇപ്പോൾ ഡോൾബി സിനിമാസ് വന്നിട്ടുണ്ട് പൂനെയിൽ. അത് നോൺ ഫോർ റിച്ച് ബ്ലാക്ക്
ആൻഡ് വൈറ്റ്സ് ആണ്. അവിടെ എന്തായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഐമാക്സിനേക്കാൾ ഒരു പടി മുകളിൽ ക്ലാരിറ്റി വൈസ് കാണണം എന്നുണ്ടെങ്കിൽ F1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഇനി നല്ലൊരു കിടിലം പടങ്ങൾ വരുന്നതായിക്കോട്ടെ, അതുപോലെ സൂപ്പർമാൻ ആയിക്കോട്ടെ, ഈയിടെ ഐമാക്സിൽ ഇതായിരുന്നെങ്കിൽ ആ ഡോൾബി സിനിമാസ് പൂനെയിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അതിൽ കളറാവാനാണ് അവിടെ ചാൻസ്. ഡീപ്പ് ബ്ലാക്സും അന്യ കളേഴ്സുമുള്ള ഹൈ ചാൻസ് ഉണ്ട്. അത് രാഹുലിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു അറിവും കൂടിയാണ്. രാഹുലിവിടെ പേഴ്സണലി ഇൻവിറ്റേഷൻ കിട്ടി പോയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് ആ ഇവൻറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. എന്തായാലും ഞാൻ പിന്നീട് ഒരിക്കൽ പോയി ഞാൻ തീർച്ചയായിട്ടും അവിടെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോകണം എന്നുള്ളത്. അത് ടൈം അലൗ ചെയ്യുമെന്നൊക്കെ എനിക്കറിയില്ല, നോക്കണം. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമ 2 തവണ കണ്ടിട്ട് പോലും ബോറടിച്ചില്ല. സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ അപ്പുറത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഇത് തികച്ചും ആ 2D 3D വ്യത്യാസം പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഡോൾബി സിനിമാസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ പൂനെ തന്നെ കണ്ടു നോക്കുക. അവിടെ ഉള്ളവർ എന്തായാലും അവിടെ തന്നെ കാണാൻ ശ്രമിക്കുക. അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് വെന്യൂ ഈ സിനിമ കാണാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2:1 റേഷ്യോയിലാണ് അവിടുത്തെ സ്ക്രീൻ. ബ്ലാക്ക് ബാർസ് ഉണ്ടാവുമെങ്കിൽ പോലും സ്ലൈറ്റ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഡോൾബി സിനിമാസിൻ്റെ പ്രത്യേകത, ബ്ലാക്ക് ബാർ ഉണ്ടെങ്കിൽ ആ ബ്ലാക്ക് കാണാൻ പറ്റില്ല. അമ്മാതിരി ലെവലിലാണ് അവരുടെ ആ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബ്ലാക്ക് ബാർസായിട്ട് നമുക്ക് സിനിമ നടക്കുമ്പോൾ അത്ര സൂക്ഷിച്ച് നോക്കിയാൽ പോലും വളരെ പാടായിട്ട് കാണാൻ പറ്റുള്ളതെന്നാണ് രാഹുലിനോട് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഓൾറെഡി അവിടെ 2 സിനിമ കണ്ടു. ജുറാസിക് വേൾഡ് റീബർത്തും കണ്ടായിരുന്നു, F1 അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ഡീറ്റെയിൽസ് രാഹുൽ പറഞ്ഞ് അറിയാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ തന്നെ കാണാൻ നോക്കുക. സൂപ്പർമാനും അവിടെ തന്നെ കാണാൻ നോക്കുക. അതല്ല നിങ്ങൾക്ക് ബോവിനെ പോകാൻ പറ്റില്ല, അങ്ങനത്തെ സെറ്റപ്പാണ് ഈയിടെ. സൗത്ത് ഇന്ത്യ വിട്ട് പോകണ്ട അങ്ങനെ മൈൻഡാണെങ്കിൽ ഒന്നും നോക്കണ്ട, ബ്രോഡ്വേ പോയാൽ മതി. അന്യായ എക്സ്പീരിയൻസ്, അന്യായം. ബ്രോഡ്വേ പോകാൻ മടിയാണെങ്കിൽ നിങ്ങൾ കൊച്ചി വന്ന് കാണണ്ടേ. കേരളത്തിലുള്ളവരെല്ലാവരും കൊച്ചി വന്ന് കാണുക. കാരണം ഞാൻ പറയണത്, ഈ സിനിമ എന്ത് കാരണവശാലും ഐമാക്സ് വിത്ത് ലേസർ കാണണമെന്ന് പറയും. എന്നിട്ടും ഐമാക്സ് വിത്ത് ലേസർ കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ പോലും ഐ ഹാവ് വെരി ഗുഡ് ന്യൂസ് ഫോർ യു ഗൈസ്. കാരണം F1 എന്നുള്ള സിനിമയുടെയും സൂപ്പർമാൻ എന്നുള്ള സിനിമയുടെയും 2D DCP വേറെ റേഞ്ചാണ്, വേറെ റേഞ്ച്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന 2K സീനോണിൽ വരെ F1 എന്നുള്ള സിനിമയുടെ 2D വെർഷനും സൂപ്പർമാൻ എന്നുള്ള സിനിമയുടെ 2D വെർഷനും കലക്കനാണെന്നാണ് കണ്ടവരെന്നോട് പറഞ്ഞത്. എനിക്ക് സാമ്പിൾ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു നോക്കി, ഉറപ്പിച്ച് ഞാൻ. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ കണ്ട പോലെ നിങ്ങൾക്ക് കാണണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലോ അല്ലെങ്കിൽ കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിലോ ഈ സിനിമ കാണണമെന്ന് പറയും. 2 ഐമാക്സ് വിത്ത് ലേസേഴ്സാണ്. ഫുൾ സൗത്ത് ഇന്ത്യയിൽ 2 വെന്യൂകൾ. ബാംഗ്ലൂരിലുള്ള ഒരൊറ്റ ഐമാക്സ് പോലും ഐമാക്സ് വിത്ത് ലേസർ ഇല്ല. ചെന്നൈയിലുള്ള ഒരൊറ്റ ഐമാക്സും ഐമാക്സ് വിത്ത് ലേസർ അല്ല. എല്ലാം ഔട്ട്ഡേറ്റഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്ന സീനോണാണ്. ഡ്യുവൽ പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് പോലും സീനോണാണ്. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പടത്തിന് F1 എന്ന് പറഞ്ഞ പടത്തിനും അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും 2D കാണണമെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞ വൈ സെറ്റിൽ ഫോർ ഡീസൻറ്റ് വെൻ യു ക്യാൻ ഹാവ് അൾട്ടിമേറ്റ്. അന്യായ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പുറം രാജ്യത്താണെങ്കിൽ ഡ്യുവൽ 4K കോള ലേസർ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കുന്ന 4K കോള ലേസർ എന്ന് പറയേണ്ടാവില്ല, കോള എന്ന് പറഞ്ഞാൽ തന്നെ കളർ ലേസർ എന്നാണ്. അപ്പോൾ 4K കോള പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്ന, ഡ്യുവൽ 4K കോള പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നതും കോള പ്രൊജക്ടേഴ്സും യൂസ് ചെയ്യുന്ന ഒരുപാട് തിയേറ്റേഴ്സ് പുറത്തുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കിഡിലൻ പ്രൊജക്ഷൻ സിസ്റ്റം, അടിപൊളി സൗണ്ട് സിസ്റ്റം ഉള്ള ഐമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് സിറ്റി വാക്ക് ഡൽഹി, പ്രിയ, അതുപോലെ തന്നെ വഡാല മുംബൈ, LP മുംബൈ ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് LPയും സെലക്ട് സിറ്റി വാക്കും കോള പ്രൊജക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 2 12 ചാനലാണ്. അതുകൂടാതെ വഡാല 5 ചാനലാണ്, പ്രിയ 12 ചാനലാണ്, പക്ഷേ XT ആണ്. വഡാലയിലും XT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോയി കാണാൻ പറ്റിയ കണ്ടു നോക്കുക, കിഡിലിന് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിഫേർഡ് ചോയ്സ് ആൻഡ് റെക്കമെൻഡേഷൻ ഇറ്റ് ഈസ് ബെറ്റർ യു വാച്ച് 2D കണ്ട വാ പൊളിഞ്ഞിരുന്നു, ഗ്യാരണ്ടി. കാരണം ഞാൻ കുറച്ച് സാമ്പിൾസ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ. ഇത് കൂടാതെ ഞാൻ ഡ്രൈവിൽ ഇട്ടേക്കാം, ഒന്ന് എടുത്ത് കണ്ടു നോക്കൂ. എൻ്റെ നിയോ 6 എന്ന് പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് 4 കൊല്ലം പഴക്കമുള്ള
ഐഫോണേക്കാളൊക്കെ ഒരുപാട് ഇൻഫീരിയർ ആയിട്ടുള്ള ബാക്ക് ക്യാമറ ഉള്ള ഒരു ഫോണിൽ വൈഡ് ആംഗിളിൽ എടുത്തിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. വൈഡ് ആംഗിളിൽ കണ്ടു നോക്ക്, കിട്ടിങ്ങിപ്പോവും നിങ്ങൾ. കാരണം ബ്രോഡ്വേയിലെ സ്ക്രീൻ അത്രയും വലുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വൈഡ് ആംഗിൾ എടുക്കാതെ കിട്ടില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. ഞാൻ വീണ്ടും പറയാണ്, ബ്രോഡ്വേ വരെ പോകാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒന്നും ഇത്രയും ദൂരമൊന്നും ട്രാവൽ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. എന്നെ പോലെയുള്ള ഭ്രാന്തൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അതിനുള്ള ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കേരളത്തിലാണെങ്കിൽ ദയവ് ഇത് കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിലൊന്ന് കാണാൻ പറയുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് പൈസ നഷ്ടം വരില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എക്സ്പീരിയൻസ് കിടുവായിരിക്കും എന്ന് ഞാൻ പറയണം. കാരണം അമ്മാതിരി കിടിലൻ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ സിനിമ 2 തവണ കണ്ടപ്പോഴും ഉണ്ടായത്. ഈവൻ F1 കാര്യം അത് തന്നെയാണ്. 2 തവണ കണ്ടപ്പോൾ അന്യ എക്സ്പീരിയൻസ്. അതിനെപ്പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇട്ടേക്കാം, ഇന്നത്തെ മിക്സ് ചെയ്ത് പറയാനുള്ള. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറേ പേര് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയക്കി നോക്കിയിട്ടുണ്ട്, ചേട്ടാ സൂപ്പർമാൻ്റെ 3D കാണണോ 2D കാണണമെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾക്ക് വാവിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണും തള്ളി ഐമാക്സിൻ്റെ ക്ലാരിറ്റി കണ്ടിട്ട് മറ്റേ എന്താ പറയുക കിളി പറക്കണമെന്നുണ്ടെങ്കിൽ 2D പോയി കണ്ടു നോക്കുക. എൻ്റെ മോനെ 3D ഇഷ്ടമുള്ളവരാണ്, 3D കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 3D DCP ഉണ്ട്, ഐമാക്സിൽ തന്നെ കാണാം. എനിക്ക് തോന്നുന്നുള്ള ഡോൾബി സിനിമാസ് അല്ലാതെ അല്ലെങ്കിൽ HDR ബൈ ബാർക്കോ അല്ലാതെ ഐമാക്സിനൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. HDR ബൈ ബാർക്കോടെ ഒരു തിയേറ്ററും ഈ അടുത്ത് വിശാഖപട്ടണത്ത് തുടങ്ങിയിട്ടുണ്ട്, വൈസാഗിൽ. മെലഡി സിനിമാസ് എന്ന് പറഞ്ഞ തിയേറ്ററാണ്. ഞാൻ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് നോൺ റെക്കമെൻഡേഷൻസ് ഉണ്ട് ഈ സിനിമ എവിടെ കണ്ടുകൂടാന്നുള്ളത്. സ്കോപ്പ് സ്ക്രീൻ തിയേറ്റേഴ്സിൽ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൾറെഡി ഈ സിനിമ 1.8:5:1 റേഷ്യോയിലാണ്. അപ്പോൾ സൈഡിൽ 2 ബ്ലാക്ക് ബാർ ഉണ്ടാവും. നിങ്ങൾ സ്ക്രീൻ എക്സിൽ കാണാൻ പോയി കഴിഞ്ഞാൽ, സ്ക്രീൻ എക്സ് എന്ന് പറഞ്ഞാൽ നടുവിലെ സ്ക്രീൻ, സൈഡിൽ 2 സ്ക്രീൻ, 3 പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്ത് 3 രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യണത്. സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്ററിലുള്ള അവിടെ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ പടമുണ്ട്, സൈഡിൽ 2 ബ്ലാക്ക് ബാർ ഉണ്ടാവും. ഫ്ലാഷിന് ഉണ്ടായിരുന്ന സെയിം ഇഷ്യൂ. നിങ്ങൾ 4DX പോയി കഴിഞ്ഞാൽ 4DX ഫ്ലാറ്റ് റേഷ്യോ അല്ലാതെ സ്കോപ്പ് റേഷ്യോ സ്ക്രീൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവും 2 ബ്ലാക്ക് ബാർസ് സൈഡിൽ. അതിന് പില്ലർ ബോക്സിംഗ് എന്നാണ് പറയണത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ മിനിമം ഒരു 4K ലേസർ പ്രൊജക്ഷനും അറ്റ്മോ സംവിധാനമുള്ള, അത് മാത്രം കൂടാതെ ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള തിയേറ്റർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഫുൾ കേരളത്തിൽ ഈ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന 4 തിയേറ്റേഴ്സേ ഉള്ളൂ. 2 തിയേറ്റർ കൊച്ചി തന്നെയാണ്, ഐമാക്സ് വിത്ത് ലേസർ, സിനിപോളിക്സ്. രണ്ടാമത്തത് PVR PXL സ്ക്രീൻ ഫോർ ഫോറം മോൾ. കാരണം 1.85:1 റേഷ്യോ സിനിമയാണ്, സ്ക്രീനാണ്. 4K ലേസർ പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ആണ്, റിയൽ 3Dയുടെ അൾട്ടിമേറ്റ് എന്നുള്ള 3D മോഡുലേറ്ററാണ്. 3D ഏറ്റവും ബെസ്റ്റായിട്ട് നോൺ ഐമാക്സ് വെന്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് PXL എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. കാരണം ഞാൻ അവിടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, 30 മുകളിൽ സിനിമ PXL കണ്ടിട്ടുണ്ട്. അതുകൂടാതെ മൈൻക്രാഫ്റ്റ് എന്നുള്ള സിനിമ ഐമാക്സിനേക്കാളും ബ്രൈറ്റ്നസ്സും കളേഴ്സും എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അവിടെ PXL. അപ്പോൾ ദർ ഇസ് ഹൈ ചാൻസ് PXL ചിലപ്പോൾ കളേഴ്സും ബ്രൈറ്റ്നസ്സും കുറച്ചുകൂടി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് 3D വെർഷൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും PXL എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് വീഡിയോ ഞാൻ അഭിപ്രായമായി ഇട്ടേക്കാം. അതുപോലെ വേറെ എവിടെ കണ്ടുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ജന്മത്ത് നിങ്ങൾ ലേസർ അല്ലാത്ത ഒരു പ്രൊജക്ഷൻ സിസ്റ്റം ഉള്ള സ്ഥലത്ത് പോകരുത്. കാരണം ഓൾറെഡി സിനിമ 3D ആണ് ഭൂരിഭാഗം സ്ഥലത്തും പ്ലേ ചെയ്യുന്നത്, 2D ഷോസ് വളരെ കുറവാണ്. ഇതുകൂടാതെ ലേസർ അല്ലെങ്കിൽ തന്നെ കുറേ ബ്രൈറ്റ്നസ് അവിടെ പോയി കിട്ടും. ഇതുകൂടാതെ 3D ഗ്ലാസും കൂടി എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒടുക്കത്തെ ഡാർക്കാവും. എങ്ങാനും അവിടുത്തെ 3D മോഡുലേറ്റർ അത്ര സെറ്റപ്പ് അല്ലാത്ത ലോക്കൽ മോഡുലേറ്റർ വല്ലതുമാണെങ്കിൽ തീർന്നു പരിപാടി. പിന്നെ ഇരുട്ടിൽ സൂപ്പർമാനെ നിങ്ങൾ കിടന്ന് തപ്പേണ്ടി വരും, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന ഈ സീനോൺ പ്രൊജക്ഷനും, അതിപ്പോൾ 2K ആയിക്കോട്ടെ 4K ആയിക്കോട്ടെ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, 2K സീനോൺ പ്രൊജക്ഷനും ഔട്ട്ഡേറ്റഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന 5.1 7.1 സ്പീക്കർ സിസ്റ്റം ഉള്ള സ്ഥലത്ത് പോയി നിങ്ങളുടെ പൈസ കളയായിരുന്നു ഞാൻ പറയും. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, നല്ല 4K ലേസർ പ്രൊജക്ഷനും അറ്റ്മോസും ഉള്ള തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാൻ നോക്കുക. കാരണം കിടിലൻ പ്രിൻ്റാണ് വോണർ ബ്രദേഴ്സ് അയച്ചു തന്നേക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും ഡിസ്ട്രിബ്യൂട്ടറിനോട് പറയും, അയ്യോ എനിക്ക് നല്ല പ്രിൻ്റ് തന്നില്ലേ. ഇപ്പോൾ പ്രിൻറ്റും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നല്ല ഒരു തിയേറ്റർ നോക്കി സെലക്ട് ചെയ്ത് കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് കാര്യങ്ങൾ നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഒരു തിയേറ്റർ സെലക്ട് ചെയ്യണേ മുന്നേ, ഈ സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആ തിയേറ്ററിലൊന്ന് വിളിച്ചു ചോദിക്കുക,
അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് തപ്പിപ്പിടിച്ച് അറിയാൻ പറ്റുമെങ്കിൽ അത് തപ്പിപ്പിടിക്കുക. അവിടെ എന്ത് പ്രൊജക്ടറാണ് യൂസ് ചെയ്യണത്, 2K 4K ആയിക്കോട്ടെ, എന്ത് പണ്ടാരം വേണേ ആയിക്കോട്ടെ, ലേസറാണോ എന്ന് നോക്കുക. എന്തായാലും ഐമാക്സിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 4K 3D അപ്സ്കെയിൽ വെർഷൻ പോലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഐമാക്സ് അല്ലാത്ത തിയേറ്ററിലേക്ക് നോക്കുമ്പോഴേക്കും 2K 3D ആണ് പ്ലേ ചെയ്യുന്നത് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2K ലേസർ പ്രൊജക്ഷനുള്ള ഒരു തിയേറ്ററാണെന്ന് നോക്കുക. ഏതാണ് 3D മോഡുലേറ്റർ അവിടെ യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. കാരണം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ ചെല്ലുന്നവരാ. അപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അവകാശമുണ്ട് അത് ചോദിക്കാൻ. നിങ്ങളിപ്പോൾ ഒരു കടയിൽ ഒരു TV വാങ്ങാൻ പോകുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ ഏതാണ്, അതിലുപയോഗിച്ചിരിക്കുന്ന റാം എത്രയാണ്, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് അതിൻ്റെ സ്പെക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ തിയേറ്ററിൽ നമ്മൾ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ മുന്നേ ആ തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ സിസ്റ്റം ഏതാണ്, സൗണ്ട് ഏതാണ് എന്നുള്ളത് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക ഏതാണ് അവിടെ യൂസ് ചെയ്യുന്ന 3D മോഡൽ. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര നേരത്തിനുള്ളിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറയാം. കാരണം ഇത് പ്രത്യേകിച്ച് വേറെ ചേന പരിപാടിയൊന്നുമില്ല. ആ പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന 3D മോഡുലേറ്റർ എന്ന് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. എല്ലാത്തിനും ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ടുണ്ടാവും. പ്രൊജക്ഷൻ ഏതാണെന്ന് അറിയാം. പ്രൊജക്ടറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വലിയ പ്ലേറ്റിനകത്ത് പ്രൊജക്ടറിൻ്റെ മോഡൽ നമ്പറും 2K ആണോ 4K ആണോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ പ്രൊജക്ടറിൻ്റെ മോഡൽ നമ്പർ കിട്ടിയാൽ തന്നെ അത് 2K ആണോ 4K ആണോ ലേസർ ആണെന്നൊക്കെ അറിയാൻ പറ്റും. വെറുതെ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അവർ സിംപ്ലിഫൈ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ 4 അക്കമായിരിക്കും ഭൂരിഭാഗം ക്രിസ്റ്റിയുടെ പ്രൊജക്ടേഴ്സിന് ഉണ്ടാകാൻ പോണത്. അതായത് ഇപ്പോൾ 2240 എന്നാണെന്ന് ആണെന്ന് വിചാരിച്ചോ. ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ 2K ആണോ 4K ആണോ, റെസൊല്യൂഷൻ ഏതാണെന്നുള്ളതാണ്. 2K ആണോ 4K ആണോ എന്നുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഏത് സീരീസിൽ വരുന്ന പ്രൊജക്ടറാണെന്നുള്ളതാണ്. അതായത് സെക്കൻഡ് ജനറേഷൻ. അതേസമയം 2340 ആയിരുന്നെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2K, 3 എന്ന് പറഞ്ഞാൽ തേർഡ് ജനറേഷൻ എന്നർത്ഥം. ലാസ്റ്റ് 2 അക്കം ഇൻറ്റു 1000 ആണ് നമ്മുടെ അതിൻ്റെ ഇൻറ്റു 10,000 ആണ് അതിൻ്റെ ലൂമെൻസ് എന്ന് പറയുന്നത്. ബ്രൈറ്റ്നസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ 40,000 ലൂമെൻസ്. അങ്ങനെയാണ് ഒരു പ്രൊജക്ടറിൻ്റെ സംഭവം കണ്ടുപിടിക്കുന്നത്. ആ ഒരു മോഡൽ ഇപ്പോൾ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റി പ്രൊജക്ടർ, ബാർക്കോ ആണെങ്കിൽ SP 4K അല്ലെങ്കിൽ SP 2K എന്നൊക്കെ ആയിരിക്കും. അതിൻ്റെ അറ്റത്ത് ഒരു അക്കം ഉണ്ടാവും. ആ മോഡൽ നമ്പർ വെറുതെ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ അപ്പം പറഞ്ഞു തരും ഇത് ലേസർ പ്രൊജക്ടറാണോ അല്ലെങ്കിൽ ലാമ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടറാണോ, അങ്ങനെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബ്രൈറ്റ്നസ് പരിപാടി മറ്റേ മറിച്ചൊക്കെ അറിയാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്പീക്കർ സിസ്റ്റം ഏതാണെന്നുള്ളത് അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. 5.1 ആണോ 7.1 ആണോ, അറ്റ്മോസ് ആണോ, ഓറോ 11.1 ആണോ, ബാർക്കോ ആണോ എന്താണെന്നുള്ളത്. ബാർക്കോടെ തന്നെ പല വെർഷനുണ്ട്, 5.1 7.1 പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ള ഓറോ ബാർക്കോടെയാണ്. മറ്റേ സാധനമില്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓറോ 11.1 പിന്നെ വേറെ എന്തായിരുന്നു, നമ്മുടെ DTS:X അതാണോ എന്താണെന്നൊക്കെ നിങ്ങൾ എടുക്കുക. അവിടെ ഏത് DCP ആണ് ചെയ്യണമെന്ന് ചോദിക്കുക. ബാർക്കോടെ DCP വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ DTS:Xൻ്റെ DCP ആണോ ഉള്ളത്, IAB ആണോ പ്ലേ ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് ഇത് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ടിക്കറ്റ് കൊടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അവിടെ എന്താ നമ്മൾ കാണാൻ പോകണമെന്നുള്ളത്. എന്താണ് നമുക്ക് കാണിച്ചു തരാനെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ ചോദിക്കുക, ഇത് ചോദിക്കണം. ഇനി തൊട്ട് നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ പൈസ കൊടുത്താൽ നിങ്ങൾ കാണാൻ പോകണം. അപ്പം നിങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് എന്താണ് അവിടെ പ്ലേ ചെയ്യണമെന്നുള്ളത്, എന്താണ് ഞാൻ കാണാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് ചോദിച്ചാൽ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് ചോദിച്ച് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സൂപ്പർമാൻ്റെ 2D വെർഷൻ പോയി ഐമാക്സിൽ അങ്ങോട്ട് കാണുക. എന്താണ് ഐമാക്സ് എന്നുള്ള ഉത്തരവും കിട്ടും. എന്തുകൊണ്ട് ഈ സാധനം ഇത്ര ഫേമസ് ആണെന്നുള്ള സംഭവം കിട്ടും. ഈ പടം ഏറ്റവും ടോപ്പ് രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും. ഇതാണ് ഞാൻ ഈ സിനിമ 2Dയും 3Dയിലും കണ്ടിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായം. അതും ഐമാക്സ് കണ്ടിട്ട് തോന്നിയ അഭിപ്രായം. അപ്പോൾ ആസ് ആൻ ഐമാക്സ് ഫാൻ, ആസ് എ സൂപ്പർ ഹീറോ ഫാൻ കട്ടയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. ഞാനൊരു കട്ട ബാറ്റ്മാൻ ഫാനാണ്. എൻ്റെ കയ്യിൽ ഇതേ ടാറ്റു വരെ അടിച്ചിട്ടുണ്ട് ബാറ്റ്മാൻ്റെ. എന്നിട്ട് ഞാൻ പറയാനാണ് സൂപ്പർമാൻ ഇതിനകത്ത് തകർത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ചാനലിട്ടിട്ട് കണ്ടു നോക്കുക. എന്തായാലും ബ്രോഡ്വേ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ദി ഡിസർവ് ഇറ്റ്, അത് പറഞ്ഞേ പറ്റുള്ളൂ. ബ്രോഡ്വേയിൽ ഇത്രയധികം സിനിമകൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനത് വേറെ വീഡിയോയിലേക്ക് മാറ്റി വെക്കുന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ഐമാക്സിൽ കുറഞ്ഞൊരു തിയേറ്ററിൽ കാണരുത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡോൾബി സിനിമാസോ HDR ബൈ ബാർക്കോ ഉള്ള മെലഡി തിയേറ്ററിലോ കാണുക.
ഡോൾബി സിനിമാസ് ഇപ്പോൾ തൽക്കാലം പൂനെയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇന്ത്യയിലേക്ക് വേറെ 6 ലൊക്കേഷനിലും കൂടി വരുന്നുണ്ട്. അതിനകത്ത് 2 ലൊക്കേഷൻസ് കേരളത്തിലാണ്. ഒന്ന് നമ്മുടെ ചുള്ളിക്കൽ ഫോർട്ട് കൊച്ചി, രണ്ടാമത്തത് ഉള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കണ്ണൂർ. ഇതെങ്ങനെ ഒന്നിച്ച് വന്നെന്ന് എനിക്കറിയില്ല. ഉള്ളിക്കലും ചുള്ളിക്കലും എന്തായാലും കേരളത്തിൽ 2 ഉണ്ട്. അത് തകർക്കും. അത് വേറെ ലെവലായിരിക്കും കണ്ടോ നിങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ടെക്നോളജികളിലൊന്നാണ് ഡോൾബി സിനിമാസ്. അത് നമ്മുടെ സാധാ ഡോൾബി സ്പീക്കർ ഘടിപ്പിച്ച പരിപാടിയല്ല ഇത്. ഡോൾബി സിനിമാസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സാധനമാണ്. ഒരു കിടിലം വീഡിയോ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് രാഹുൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. അത് കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം എന്താണ് അതെന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം രാഹുൽ വൃത്തിക്ക് ഒരു വീഡിയോ വേറെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊന്നും പോയി കണ്ടു നോക്കുക. രാഹുലിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പല കാര്യങ്ങളും എനിക്കുൾപ്പെടെ രാഹുൽ പറഞ്ഞു തരാനുണ്ട്. ഞങ്ങളിതൊരു ഞങ്ങളിതൊരു ലേണിംഗ് പ്രോസസ്സാണ്. എനിക്കറിയാവുന്ന ഞാൻ രാഹുലിനോട് പറയും, രാഹുലിന് അറിയാവുന്നത് ഞങ്ങൾ ഷെയർ ചെയ്യും. നമ്മുടെ കുറച്ച് വേറെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഓൺ ദ ഗോ പല കാര്യങ്ങളും പുതിയത് അറിഞ്ഞറിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ ആൾക്കാരുടെ അതിലേക്ക് കയറില്ല എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലേക്ക് ഇനി നല്ല 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 കുറേ DCPs ഇനിയും വരുന്നതായിരിക്കും. എന്തായാലും അങ്ങനെ വരട്ടെ. താങ്ക് യു സോ മച്ച് ടു വോണർ ബ്രദേഴ്സ് ഫോർ സെൻഡിങ് ഔട്ട് കിട്ടിലൻ DCP. അപ്പോൾ അവർ നല്ല പ്രിൻ്റ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നല്ല തിയേറ്റർ സെലക്ട് ചെയ്ത് കാണാമെന്ന് മാത്രമേ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഈ സിനിമ ഇനിയും കാണും, PXL കാണും. പറ്റിയ എനിക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ ഞാൻ കാണും. കാരണം ഇത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്രിപ്റ്റോ ആണ് എൻ്റെ ഫേവററ്റ് ഈ സിനിമയിൽ എന്തായാലും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയുക. നിങ്ങൾ എവിടെ കണ്ടതെന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ 3D എന്തുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടുന്നതിനുള്ള ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നല്ല 3D ഗ്ലാസ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു തിയേറ്ററിൽ പോകുമ്പോൾ എന്ത് 3D ഗ്ലാസ് അവർ തരുന്നതെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കണം, അവിടുത്തെ 3D മോഡുലേറ്റർ എന്താണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എടുത്ത് കണ്ടു നോക്കിയാൽ മതി. ലിങ്ക് ഇൻ ബയോ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ബയോയിലല്ല, എന്താണ് പറയണത്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമൻറ്റ്, എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതൊരു കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ഓഫ് മൈ ടോപ്പ് നോച്ച് തിയേറ്റർ എക്സ്പീരിയൻസസിൽ തീർച്ചയായിട്ടും ഇത് വരും. ഇൻട്രസ്റ്റെല്ലാറും ഡ്യൂണും വാർഫെയറും കഴിഞ്ഞ് ഞാൻ ഏലിയൻ റോമിലസും കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനോട് ഇടം പിടിക്കാൻ പറ്റിയ ഒരു കിണ്ണം കാച്ചി DCP ആയിരുന്നത്. F1 ആയാലും സൂപ്പർമാൻ്റെ ആയാലും 2D DCP വേറെ റേഞ്ചായിരുന്നു. ഇൻട്രസ്റ്റെല്ലാറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ ഒരു ഫിലിം IMAX ക്യാമറയിൽ OG ഫിലിം IMAX ക്യാമറയിൽ എടുത്ത പടമാണ്. ഓപ്പൺഹൈമറിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. മറ്റേ ഡ്യൂണിൻ്റെ കേസും സൂപ്പർമാനും F1ഉം ഏലിയൻ റോമിലസൊക്കെ പറഞ്ഞാൽ ഡിജിറ്റൽ IMAX സർട്ടിഫൈഡ് ക്യാമറയിൽ എടുത്ത സിനിമകളാണ്. എന്നിട്ട് ഇമ്മാതിരി DCP. അപ്പം ഞാൻ ആലോചിച്ചത്, ഓൾറെഡി ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണ 8K റെസൊല്യൂഷനിലോ 6K റെസൊല്യൂഷനിലൊക്കെയാണ്. എന്നിട്ടിത് നമ്മളെ ഡൗൺ സ്കെയിൽ ചെയ്ത 4K റെസൊല്യൂഷനിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ 8K 6K എന്തായിരിക്കും ഇവിടെ ഒറിജിനൽ ഫുട്ടേജ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൽക്കി IMAX സർട്ടിഫൈഡ് ക്യാമറ വെച്ചിട്ട് കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തൊരു പടമാണ്. കുറച്ച് പോർഷനാണ് അല്ലെങ്കിൽ മൊത്തത്തിലാണെന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. അപ്പോൾ ആ സിനിമയും എന്തോ 8K 6K റെസൊല്യൂഷനിൽ എടുത്തിട്ട് പിന്നെ ഡൗൺ സ്കെയിൽ ചെയ്ത് നമ്മൾ കണ്ടത് 2K 3D ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും ഇവിടെ അപ്പോൾ ആ ഒറിജിനൽ ഫുട്ടേജ് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമകൾ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ബറോസ് പോലെയല്ല, അതായത് ബറോസ് പോലെയെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബറോസ് ഒറിജിനൽ 3D ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്തതാണ്, 3D സെറ്റപ്പിൽ. ഇതെന്ന് പറഞ്ഞാൽ 2D ക്യാമറ, അങ്ങനെയല്ല പറഞ്ഞത്, ക്യാമറ വെച്ച് 2Dയിലെടുത്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ കൺവേർഷൻ ചെയ്തിട്ടും IMAXിൽ അടിപൊളിയായിട്ടുണ്ടെന്നുള്ളതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. പക്ഷേ 2D 4K DCP അത് വെറുതെ വിഷയമാണ് മക്കളെ. F1 ആയാലും ശരി, ഇതായാലും ശരി, അന്യായം തന്നെ. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ സൂപ്പർമാനിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് സീനുണ്ട്. അതെൻ്റെ മെയിൻ ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ വീഡിയോയിൽ ഞാൻ പറയാതെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ആഡപ്പ് ചെയ്യാനാണ്. ഇതിനകത്ത് കുറച്ച് സീനുണ്ട്. ഒന്ന്, ഒരു സൂപ്പർമാൻ ഒരു ഒരു കിണ്ണം കാച്ചി ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. എൻ്റെ അമ്മൂനെ ഇത് IMAX കാണാണ്ടല്ല, അമ്മാതിരിയായിരുന്നു. അതുപോലെ മിസ്റ്റർ ടെറിഫിക്കിൻ്റെ ഒരു
ഒരു സ്പേസ്ഷിപ്പ് സാധനമുണ്ട്, അതിൻ്റെ കളേഴ്സ് വൈറ്റും റെഡ്, എൻ്റെ മോനെ വൈറ്റ് റെഡ് ബ്ലാക്ക്, അത് വെറുതെ വിഷയമായിരുന്നു അത് കാണാൻ. അതുപോലെ ഇതേപോലെയുള്ള ഒരു സംഭവം അത് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു കളറിൽ വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ക്യൂബ്സ് പോലെ ഇരിക്കുന്ന ഒരു പുഴ. ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതായത് ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്ന ഒരു പുഴ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് സ്പോയിലർ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതിനകത്ത് കുറച്ച് പേര് പെട്ടുപോയിട്ട്, സൂപ്പർമാൻ ഉൾപ്പെടെ കെട്ടുപോയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ അത് ഐമാക്സ് കണ്ട് ഞാൻ മറ്റേ സീനാണ്, മറ്റേ ഈ ഇൻട്രസ്റ്റെല്ലാർ ഗാർഗാഞ്ചുറ കാണിക്കുമ്പോൾ, ഗാർഗാഞ്ചു ഇല്ലേ ആ സാധനം, അതിൻ്റെ പേരിൻ്റെ വാല്യൂ ഇല്ല, ആ സാധനം കാണിക്കുമ്പോൾ നമ്മൾ വിളിച്ചിരുന്ന പോലെ ഇപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ അമ്മാതിരി സാധനം. അത് 2D മറ്റും ഞാൻ ഈ ഇരിപ്പായിരുന്നത് കണ്ടിട്ട് അനുപേനോട് ചോദിച്ചു നോക്ക്, അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മാതിരി കളറൊക്കെ ആയിട്ട് എന്താണ് കണ്ടതെന്നാണ് ഇപ്പോൾ എനിക്ക്. ഒരേറ്റ കേരളത്തിലെ നോൺ ഐമാക്സ് തിയേറ്ററിന് തോടാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. ബ്രോഡ്വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഭംഗിയിൽ ആസ്വദിക്കണമെങ്കിൽ കൊച്ചി ഐമാക്സ് ലേസർ. ഇവിടെ വേറെ ഏത് തിയേറ്റർ, ഏത് ടോപ്പ് നോച്ച്, ട്രിവാൻഡ്രത്തു നിന്നല്ല, കൊല്ലത്തു നിന്നല്ല, തൃശ്ശൂരിൽ നിന്നല്ല, ഒരു തിയേറ്ററിലും ഇന്ത ക്ലാരിറ്റി കിട്ടൂല, ഇന്ത DCP അവിടെ പ്ലേ ആവില്ല. അത് മാത്രമല്ല ഈ സിനിമ ഫുൾ റേഷ്യോ ആണ്. എൻ്റെ പൊന്നെ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. ഞാൻ വീണ്ടും പറയാണ്, ആൻ ഐമാക്സ് ക്യാൻ ഓൺലി ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് നോട്ട് എക്സ്പ്ലെയിൻഡ്. അതുകൊണ്ട് ഈ പടം ഐമാക്സിൽ തന്നെ കാണണം. F1 ആയാലും സൂപ്പർമാൻ ആയാലും മസ്റ്റ് വാച്ചിന് ഐമാക്സാണ്. എടുത്തൊരു കാര്യം ഇവിടെ പറയുന്നു, #ഫിലിംഡ് ഫോർ ഐമാക്സ് അല്ലെങ്കിൽ ഫിലിം ഫോർ ഐമാക്സ് എന്ന് എവിടെയെങ്കിലും കണ്ട ആ സിനിമ ഐമാക്സിൽ കുറഞ്ഞ ഒരു സ്ഥലത്ത് പോലും കാണാൻ നിൽക്കരുത്. അത് എൻ്റെ അഭിപ്രായമാണ്. ദയവിത് നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾ വില കൊടുക്കുക, അത് ഐമാക്സിൽ തന്നെ കാണണമെന്ന് ഞാൻ പറയും. കാരണം വേറെ ഒരിടത്തും ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമ പലയിടത്തും കണ്ടിട്ട് ഞാൻ പറയുകയാണ്, ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷേ പ്രീതി മിക്സി ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോലെ ഐമാക്സ്, ഫിലിംഡ് ഫോർ ഐമാക്സ് പടങ്ങളുടെ കാര്യത്തിൽ തോട്ടാൻ പറ്റില്ല മറ്റുള്ളവർക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്പെഷ്യലി ആ റേഷ്യോ, ഈവൻ ഡോൾബി സിനിമയ്ക്ക് പോലും കുറേ പടങ്ങൾ ഐമാക്സിൻ്റെ ആ 1.90:1 അല്ലെങ്കിൽ 1.43:1 റേഷ്യോ അവർക്ക് കിട്ടില്ല, സ്കോപ്പ് പ്ലേ ചെയ്യേണ്ടി വരും. F1 എന്നുള്ള സിനിമ ഐമാക്സിൽ മാത്രമേ ഫുൾ റേഷ്യോ ഉള്ളൂ. ബാക്കി എല്ലാ ലോകത്തുള്ള തിയേറ്ററിലും സ്കോപ്പ് റേഷ്യോ ക്രോപ്ഡ് ഇമേജാണ് പ്ലേ ചെയ്യണത്. മുകളിലടിയും ക്രോപ്പ് ചെയ്ത വെർഷനാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കും ക്രോപ്പ് അത് വലിയ വിഷയമല്ല. അല്ല മക്കളെ, ഐമാക്സിൽ 1.90:1 കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രോപ്പ് കാണുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നു ഉറപ്പാണ്. തിരിച്ച് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ പൊന്നോ എന്നും പറയും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇത്രയും കണ്ടിട്ട് എല്ലാം കണ്ട് ബോധിച്ചിട്ട് നിങ്ങളോട് പറയാണ്, പൈസ കുറയുമ്പോൾ ഐമാക്സിൽ തന്നെ ഈ പടം കാണുക മക്കളെ. അതിൽ കുറഞ്ഞൊരു വെറുതെ നിങ്ങൾ സാധാരണ തിയേറ്ററിൽ കൊണ്ടുപോയി പൈസ കളയല്ലേ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർമാൻ 2D അറ്റ് ഐമാക്സ് കണ്ടു നോക്ക്, കിള്ളി പറക്കും നിങ്ങളുടെ. അപ്പോൾ ശരി, എന്തായാലും നല്ല ഒരു ദിവസം നേരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കീപ്പ് ഇറ്റ് ഡീസൻറ്റ്. തെറി പറഞ്ഞ കമൻറ്റ് അയച്ചാൽ പൂര തെറിയാൻ തിരിച്ചയക്കും, അല്ലെങ്കിൽ അടിക്കാൻ തൂക്കുവക്കത്തിന്. ആരവനാണ് എന്തവനാണ് ശരി, ഏത് സാക്ക് സ്നൈഡർ അല്ല, ഏത് ആരുടെ ഫാനായാലും ശരി, കീപ്പ് ഇറ്റ് റെസ്പെക്റ്റ്ഫുൾ. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ, മറ്റുള്ളവൻ കാണാൻ പാടില്ല എന്നുള്ള കൊണ പറഞ്ഞുകൊണ്ട് വരരുത്. അത്ര എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബ്രോഡ്വേ സിനിമാസ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിങ് എക്സ്പീരിയൻസ്. ഐ വിൽ ബി പുട്ടിങ് എ ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് യു ഗൈസ് ലേറ്റർ. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, 2Dയും 3Dയും തമ്മിൽ 50 രൂപ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു ടിക്കറ്റിന്, അതും കൂടെ ഞാൻ പറയുന്നു. അപ്പോൾ ശരി, പിന്നെ കുറേ പോസ്റ്ററും അതും ഇതൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോ കാണിക്കാം. അപ്പോൾ ശരി, ടാറ്റ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.